വേർപിരിയാനാവാത്ത എൻ്റെ ഗിഫ്റ്റ്, എനിക്ക് ദൈവം തന്നെ ഗിഫ്റ്റാണ് ഇവർ. ബാക്കി നിങ്ങൾ എൻ്റെ ബ്ലോഗിൽ കാണും. ഓക്കെ, ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് സ്റ്റോറിയാണ്. അത് പറയുന്നതിന് മുമ്പ് എൻ്റെ ചാനലിൽ പോയി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം ഞങ്ങൾ ബാച്ചിൽ 3 പേരുണ്ടായിരുന്നു, ഒരിക്കലും പിരിയാത്ത 3 പേര്. എന്ത് വന്നാലും കട്ടയ്ക്ക് നിൽക്കുന്ന നല്ല സുഹൃത്തുക്കൾ. അതിപ്പോഴും അങ്ങനെ തന്നെയാണ്, അതിൻ്റെ മാറ്റമൊന്നുമില്ല. പണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ഓരോരുത്തരുണ്ട് കാലിന് വയ്യാത്തൊരു കുട്ടി. അവനിപ്പോഴും എൻ്റെ ഫ്രണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ അങ്ങനെയുള്ളവരൊക്കെ വേണം നമ്മൾ ഫ്രണ്ട്സാക്കാൻ. മറ്റേ നമ്മളെ കൂടെ നിന്ന് പഠിച്ചൊക്കെ ഇറങ്ങുന്നവർ നമ്മളെ വിട്ടു പോകും. പക്ഷെ ഇങ്ങനെയുള്ളവർ അങ്ങനല്ല. അതാണ് ഞങ്ങളെ ലോകം, ഞങ്ങളുടെ മാത്രം ലോകം, ഫ്രണ്ട്ഷിപ്പ് ലോകം. അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിന് നമ്മൾ കുറേ വാല്യൂ കൊടുത്താൽ അവരെപ്പോഴും നമ്മളെ കൂടെ ഉണ്ടാകും, നമ്മൾ വിട്ടു പോകത്തില്ല. ആൾക്കാരിനകത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഫ്രണ്ട്ഷിപ്പും മറ്റു കാര്യങ്ങളും വർക്കൗട്ടാവുന്നത്. അവരൊരിക്കലും നമ്മൾ കൈവിടരുത്. ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഗ്രൂപ്പ് വരുന്നുണ്ട്. ആ ഗ്രൂപ്പിൻ്റെ പേര് ഞാൻ പിന്നെ റിവീൽ ചെയ്യാം. ഓക്കെ, ആൾ അടിപൊളിയാണ്, ആൾക്ക് കുറച്ച് പ്രശ്നങ്ങളുള്ളെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അവൻ്റെ സ്നേഹത്തിലും ആ വിശ്വാസത്തിലും ഞങ്ങൾ എപ്പോഴും വിളിച്ച് സംസാരിക്കും, എന്താ പറയുക, വാട്സപ്പ് മെസ്സേജ് ചെയ്യും. അവിടാണ് സൗഹൃദം, യഥാർത്ഥ സൗഹൃദം ഇരിക്കുന്നത്. സൗഹൃദം എന്ന് പറയുന്നത് ഒന്ന് കണ്ട് ഒന്ന് ചിരിച്ചു പോകുന്നതല്ല. അത് നമ്മളെ ജീവിതത്തിൽ നമ്മൾ കൂടെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ അളിയ ഞാൻ കൂടെ ഉണ്ടെന്ന്, അല്ലെങ്കിൽ ഡി ഞാൻ കൂടെ എന്ന് പറയുന്ന നല്ലൊരു സൗഹൃദമായിരിക്കണം. അല്ലാതെ ഇന്നലെ കണ്ടത് നാളെ കാണാത്ത രീതിയിൽ പിണങ്ങി പോകുന്നതല്ല. ഞങ്ങൾ തമ്മിൽ പിണക്കം ഉണ്ടായിട്ടുണ്ട്, അകൽച്ച ഉണ്ടായിട്ടുണ്ട്. അതിലൊരാളുടെ പേരാണ് അജിത്ത്. ഇതിനകത്ത് സസ്പെൻസ് എന്ന് വെച്ചാൽ 2 പേരും അജിത്ത് എന്നാണ്. എനിക്കൊരിക്കലും അവന്മാർ രണ്ടുപേരും വിളിക്കുമ്പം തിരിഞ്ഞു പോകത്തില്ല. അജിത്ത്, വലിയ അജിത്ത് എന്നാണ് ഞങ്ങൾ അങ്ങനെ അന്ന് വിളിച്ചിട്ടുള്ളത്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. അതൊക്കെ നല്ല കാലമായിരുന്നു. കാരണം ഓർമ്മകളൊന്നും നമ്മളിൽ നിന്നും വിട്ടു പോകത്തില്ല. നമ്മൾ എത്ര ന്യൂജൻ പിള്ളേരാണെന്ന് പറഞ്ഞാലും ഓർമ്മകളൊന്നും പോകത്തില്ല. പക്ഷേ പോകുന്നവരുണ്ട്. ഈ വലിയ വലിയ ക്ലാസ്സുകൾ പഠിച്ച് കയറിപ്പോയി എന്നവർക്ക് ഓർമ്മകൾ നഷ്ടപ്പെടും. നമ്മളെന്താ ചെയ്യേണ്ടത്? നമ്മൾ ഉള്ളിൻ്റെ ഉള്ളിൽ ആ ഓർമ്മകളും ആ ഫ്രണ്ട്ഷിപ്പും ആ സൗഹൃദവും ഒരിക്കലും നഷ്ടപ്പെടാതിരിക്കാൻ നമ്മളെ തന്നെ നോക്കണം. അവിടാണ് നമ്മളെ വിജയം. അല്ലാതെ വേറൊരു കൂട്ടാനെ കിട്ടി അവൻ്റെ പുറകെ പോയി ഈ കൂട്ടാൻ മറക്കുന്നതല്ല. അങ്ങനെ ഒരിക്കലും ചെയ്താൽ, കാരണം വെച്ചാൽ അത് നമ്മളെയും കാട്ടിയും ഒരുപാട് വിഷമം അവർക്കുണ്ടാക്കും. ഞങ്ങളൊക്കെ സൗഹൃദം എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ, ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുന്നതും, ഒന്നിച്ചിരുന്ന് പഠിക്കുന്നതും, ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതും. സത്യം പറഞ്ഞാൽ ഞാൻ പഠിച്ച സ്കൂള്, ഞാനും എൻ്റെ ഫ്രണ്ട്സൊക്കെ പഠിച്ച സ്കൂള് SN ട്രസ്റ്റാണ്. അവിടെ വെച്ച് ദൈവം അല്ലെങ്കിൽ അള്ളാഹ് അല്ലെങ്കിൽ ജീസസ് ഇവർ എനിക്ക് തന്ന ഒരു നിധിയാണ് എൻ്റെ ഫ്രണ്ട്സ്. ഞങ്ങൾ 3 ഫ്രണ്ട്സും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു ഭയങ്കര ഹാപ്പിയാണ്. ഒരാൾ ചെന്നൈയിൽ വർക്ക് ചെയ്യുന്നു. ഞാൻ ഇപ്പം രണ്ടാമത്തെ ആളെ കാര്യം പറയുകയാണെങ്കിൽ, രണ്ടാമത്തെ ആളെ കാര്യമാണ് ഞാൻ നേരത്തെയും പറഞ്ഞത്. അവന് കാലിന് സുഖമില്ല എങ്കിലും നല്ല മനസ്സിന് വരുന്ന നല്ല ഒറിജിനൽ സ്നേഹമാണ് അവൻ്റെ. അതൊരിക്കലും ഫെയിലാവത്തില്ല. അവൻ്റെ മനസ്സും ഫെയിലല്ല, അവനും ഫെയിലല്ല. അവൻ എല്ലാ അർത്ഥത്തിലും സക്സസ്ഫുൾ മാനാണ്. ഞാൻ ഒരു ടൈമിൽ ഈ ഫാമിലി എന്താ പറയുക, നമ്മളീ ഫാമിലി സംഗമത്തെ ഞാൻ അവനെ കൊണ്ടുവരും. അത് ഇൻഷാ അല്ലാഹ് ചിലപ്പോൾ ഓണത്തിനായിരിക്കും. അപ്പം നിങ്ങളെല്ലാവരും വിചാരിക്കും എനിക്ക് ഫ്രണ്ട്സില്ലേ അല്ലേ? എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാര്യമാണ് ഈ പറഞ്ഞത്. ഞങ്ങൾ 3 പേര് ഏത് ടൈമിലാണെങ്കിലും ഞങ്ങൾ അങ്ങോട്ട് വിളിച്ച് സംസാരിക്കും. അല്ലെങ്കിൽ ചെന്നൈയിൽ നിന്ന് അവൻ വരുമ്പോൾ എന്നെ കാണാൻ വരും. അങ്ങനെയൊക്കെയാണ് സൗഹൃദം വേണ്ടത്. അല്ലാതെ
നമ്മൾ 10ാം ക്ലാസ്സിൽ നിന്ന് പഠിച്ചിറങ്ങി വേറൊരു കോളേജിൽ പോകുമ്പോൾ അവിടുത്തെ ഫ്രണ്ട്സായി, അവിടുത്തെ ഗ്രൂപ്പ് തുടങ്ങി. അങ്ങനല്ല. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് വരണം. ഇവിടാണ് ഫ്രണ്ട്ഷിപ്പ് ഇരിക്കുന്നത്. അപ്പം അങ്ങനത്തെ സൗഹൃദം ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തിരിക്കണം, മറക്കല്ലേ. കാരണം ലൈഫിൽ ഏറ്റവും കൂടുതൽ സക്സസ് ആയിട്ടുള്ള പോയിക്കൊണ്ടിരിക്കുന്ന സൗഹൃദങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. ഞാൻ ഭയങ്കര ഹാപ്പി. കാരണം ഞാൻ ഹാപ്പി ആയിരിക്കണമെങ്കിൽ അപ്പോൾ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ എൻ്റെ അടുത്ത് ചോദിക്കാൻ കാണും, അതിനെന്താണ് എനിക്കറിയാം. അവരെല്ലാം നിനക്ക് സപ്പോർട്ടാണോ? അതെ, എൻ്റെ ഫ്രണ്ട്സാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്. കാരണം എനിക്കൊരു വീഴ്ച വന്ന സമയങ്ങളുണ്ടായിരുന്നു. വീഴ്ചയും താഴ്ചയും എല്ലാവർക്കും ഉണ്ടല്ലോ, അതേപോലെ എനിക്കൊരു വീഴ്ച ഉണ്ടായിരുന്നു. ആ വീഴ്ചയിൽ എന്നെ പൊക്കിയെടുത്ത് നിനക്ക് പറ്റും, നിന്നെക്കൊണ്ടേ പറ്റൂ എന്ന് എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ അടുത്ത് പറഞ്ഞു. ഞങ്ങൾക്ക് ഒന്നിച്ച് വരെയാണ് ഞങ്ങൾ സ്കൂളിൽ നിന്ന് ഇറങ്ങിയത്. ചില ആൾക്കാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം, എത്ര ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു, അവരെല്ലാം ഇവരെ പോലെ ആവാൻ പറ്റും. പക്ഷേ അത് നിങ്ങൾക്കും പറ്റും. പക്ഷേ നമ്മളത് അങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പിനെ എത്തി നമ്മൾ കൂടെ കൂട്ടണം. ഞങ്ങളിപ്പം എത്രയോ നാളായിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ഇങ്ങനെ കൊണ്ടുവന്നു. മനസ്സിലായോ? ഫ്രണ്ട്ഷിപ്പിനകത്ത് എല്ലാം കാണും, വഴക്ക് കാണും, അടി കാണും, എല്ലാം കാണും. പിന്നെയും ദൈവം നമ്മളെ കൂട്ടി യോജിപ്പിക്കും. അത് എന്തിനറിയോ അങ്ങനെ ചെയ്യുന്നത്? നമ്മളെ മനസ്സിലുള്ള ആ ഒരു സൗഹൃദം, ആ സ്നേഹം, ആ ഇഷ്ടം വീണ്ടും ചേർപ്പിക്കാൻ വേണ്ടി ദൈവം ചെയ്യുന്ന ഒരു ചെറിയൊരു കുസൃതികളത്. നമ്മൾ അതേപോലെ കണ്ടാൽ മതി. അപ്പം നിങ്ങൾക്കാർക്കെങ്കിലും ഇതേപോലെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യിക്കുന്നത്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട്. പക്ഷേ നിങ്ങളായിട്ട് എൻ്റെ ഫാമിലിയായിട്ട് ഈ ഒരു കാര്യം എനിക്ക് ഷെയർ ചെയ്തെന്ന് തോന്നി ഞാൻ ചെയ്തു. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ആരുമല്ല, വലിയവരോ താഴ്ന്നവരോ ഒന്നുമല്ല. വലിയ ആൾക്കാരായാലും പണക്കാരായാലും കോടീശ്വരന്മാരായാലും പാവപ്പെട്ടവരായാലും എല്ലാവരും ഒരേപോലെ സ്നേഹിക്കണം. നമ്മളെല്ലാവരും ശരീരത്തോടുന്ന ഒരേ ചോരയാണ്. അതാരും മനസ്സിലാക്കും. നമ്മൾ അതേപോലെ അവരെയും സ്നേഹിച്ചാൽ അതേപോലെ നമ്മളെയും സ്നേഹിക്കും. ആരെയും അങ്ങോട്ടും ഇങ്ങോട്ടും വെറുക്കരുത്. അത് ഭയങ്കര തെറ്റാണ്. എന്താ പറയുക, നമ്മളായിരിക്കണം എപ്പോഴും. നമ്മൾ മറ്റൊരാളായി ജീവിക്കരുത്. നമ്മളെപ്പോഴും ആയിരിക്കണം. ഫ്രണ്ട്ഷിപ്പിനകത്ത് എനിക്ക് എന്താ പറയുക,